ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ എൻജിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങളെ ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽ, സ്റ്റോണ്, ബ്രിക്ക്, ക്ലേ, ഇതൊക്കെ ഇനി നമുക്ക് പറയാനുണ്ട്. ആക്ച്വലി എൻജിനീയറിംഗ് ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടില്ല. അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി പ്രൊജക്ഷൻ എന്നുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ കൂടെ ഉണ്ട്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഓർഡറിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എൻജിനീയറിംഗ് മെറ്റീരിയൽ നമ്മുടെ നാഷണൽ എക്കണോമിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമുക്കറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന എൻജിനീയറിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? ബ്രിക്ക്, ക്ലേ, സ്റ്റോണ്, ലൈമ്, സ്റ്റീലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? സ്റ്റീല്, കാസ്റ്റ് അങ്ങനെയുള്ള എല്ലാം ബിൽഡിംഗ് മെറ്റീരിയൽ, എൻജിനീയറിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ ഈ സിവിലിൻ്റെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇലക്ട്രിക്കൽ പരമായിട്ടും കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? അലൂമിന, കണ്ടക്ടേഴ്സ്, അതുപോലെ തന്നെ മെക്കാനിക്കൽ പരമായിട്ടും കുറേ കാര്യങ്ങളുമുണ്ട്. അങ്ങനെ പല ട്രേഡിൽ മെറ്റീരിയൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെസണിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ അതിൻ്റെ സോഴ്സ്, കോമ്പോസിഷൻ, പ്രോപ്പർട്ടി, അതായത് എവിടെ നിന്നുണ്ടാവുന്നു, അതിൻ്റെ കോമ്പോസിഷൻ എന്താണ്, അതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്നൊക്കെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ മാനുഫാക്ചറിങ് മെത്തേഡ്, ഈ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ എങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യുന്നു, അതിൻ്റെ ടെസ്റ്റിങ്, അതിൻ്റെ ഉൾപ്പെടുന്ന ടെസ്റ്റിങ് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ യൂട്ടിലിറ്റി, വേരിയസ് മേഖലകളിൽ, വ്യത്യസ്ത തരം മേഖലകൾ ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നറിയേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു മോഡേൺ ടെക്നിക്ക് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു മെറ്റീരിയൽ സേഫായിട്ട് ഉപയോഗിക്കാം എന്നതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം. ആദ്യത്തേത് സിവിൽ മെറ്റീരിയലാണ്. ഞാൻ പറഞ്ഞു, സിവിൽ മെറ്റീരിയലിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ബിൽഡിംഗ് സ്റ്റോണ്, അതായത് കല്ലുകൾ, ബിൽഡിംഗ് സ്റ്റോൺ, നമ്മൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റോണുകൾ. ക്ലേ പ്രൊഡക്റ്റ്, കളിമണ്ണ് ഉണ്ട്, കളിക്ലേ എന്ന് പറഞ്ഞാൽ കളിമണ്ണാണ് കേട്ടോ. ലൈമ് പറഞ്ഞാൽ ചുണ്ണാമ്പ് കല്ല്. സിമൻറ്റ്, കോൺക്രീറ്റ്, മോർട്ടാർ, ടിമ്പർ, ഇതാണ് സിവിൽ മെറ്റീരിയലിൽ ഉൾപ്പെടുന്നത്. നിങ്ങൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും, ഇതില്ലെങ്കിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രോസസ്സുകളൊക്കെ എന്താണ്, സ്റ്റോപ്പായി പോകും. അപ്പോൾ അതിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇനി ഇലക്ട്രിക്കൽ മെറ്റീരിയൽ ആണെങ്കിൽ കോപ്പർ, അലൂമിനിയം, അയണ്, സ്റ്റീല്, അതൊക്കെ എന്താണ്, കണ്ടക്ടേഴ്സിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹീറ്റിനെയും കറണ്ടിനെയും ഒക്കെ കണ്ടക്ട് ചെയ്ത് വിടുന്നതാണ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. സിലിക്കൺ, ജർമേനിയം ഒക്കെ സെമി കണ്ടക്ടേഴ്സാണ്. പല ഡിവൈസുകളിലും ഇലക്ട്രിക് ഇൻസ്ട്രുമെൻസിലൊക്കെ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇൻസുലേറ്റേഴ്സ്, ഒന്നിനെയും കടത്തിവിടാത്തവയാണ് ഇൻസുലേറ്റേഴ്സ്. മൈക്ക, ആസ്പെസ്റ്റോസ്, വാർണിഷ്, എയർ, ഇതൊക്കെ എക്സാമ്പിളാണ്. ഇനി മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതുണ്ട്. അതിന് എക്സാമ്പിളാണ് അയണ്, ബാക്കൈറ്റ്, നിക്കൽ, കൊബാൾട്ട് എന്നിവ. ഇനി മെക്കാനിക്കൽ മെറ്റീരിയൽ ആണെങ്കിൽ കാസ്റ്റ് അയണ്, സ്റ്റീല്, ലൂബ്രിക്കേറ്റിംഗ് മെറ്റീരിയൽ, ഇതൊക്കെയാണ് മെക്കാനിക്കൽ പരമായിട്ടുള്ള മെറ്റീരിയലിൽ ഉൾപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടികൾ? അതിന് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? പിന്നെ അതേപോലെ തന്നെ മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാലിയബിലിറ്റി, അതിനടിച്ചു പരത്താനുള്ള കഴിവ്, ഡക്റ്റിലിറ്റി, അതിൻ്റെ ടഫ്നെസ്, സ്ട്രെങ്ത്, അതൊക്കെയാണ് ഈ മെക്കാനിക്കൽ പ്രോപ്പർട്ടിയിൽ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കൽ പരമായിട്ടുള്ള, അതിന് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നോൺ കണ്ടക്ടറാണോ, ഇൻസുലേറ്ററാണോ എന്നുള്ളത്. പിന്നെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി, അത് മാഗ്നറ്റ് ആണോ. പിന്നെ അതേപോലെ തന്നെ കെമിക്കൽ പ്രോപ്പർട്ടി, രാസപരമായിട്ടുള്ള പ്രോപ്പർട്ടി, ഇതൊക്കെയാണ് മെറ്റീരിയൽ പ്രോപ്പർട്ടി. ഇനി ബിൽഡിംഗ് മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയലിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസിലാണ് ഇലാസ്റ്റിസിറ്റി, പ്ലാസ്റ്റിസിറ്റി, ഹാർഡ്നെസ്, സ്ട്രെങ്ത് എന്നൊക്കെ പറയുന്നത്. എന്താ ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് കൊടുത്തു.
അപ്പോൾ ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും, ഒരു ഫോഴ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്യും, ഡീഫോർമേഷൻ സംഭവിക്കും, ഒന്നുകിൽ അത് ചതുങ്ങും അല്ലേ. അപ്പം അതിന് ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചെത്തുന്നുണ്ടെങ്കിൽ അത് ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇനി പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അത് ഈ ഫോഴ്സ് റിമൂവ് ചെയ്യുമ്പം ഒറിജിനൽ ഷേപ്പിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ അത് പ്ലാസ്റ്റിസിറ്റിയാണ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ആ പ്രോപ്പർട്ടിയാണ് പ്ലാസ്റ്റിസിറ്റി. ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളൊരു മെറ്റീരിയലിൻ്റെ മുകളിൽ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കുകളൊന്നും വരുന്നില്ലെങ്കിൽ അത് നല്ല ഹാർഡ്നെസ് ആണ്, ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി അടുത്തത് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ലോഡിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇനി കെമിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. കെമിക്കൽ പ്രോപ്പർട്ടിയിൽ അസിഡിറ്റി ഉണ്ട്, ആൽക്കലൈനിറ്റി ഉണ്ട്, കൊറോഷൻ എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസുകൾ പഠിക്കാനുണ്ട്. റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് കണ്ടക്ട് ചെയ്യുന്നതിന് പ്രതിരോധിക്കുക, അതാണ് റെസിസ്റ്റിവിറ്റി അല്ലേ. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കറണ്ടിനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്നവരാണ്, കണ്ടക്ടേഴ്സാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്, അതിലാണ് പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവ്, പിന്നെ അതേപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. തെർമൽ പ്രോപ്പർട്ടിയിലാണ് സ്പെസിഫിക് ഹീറ്റ്, തെർമൽ കണ്ടക്ടിവിറ്റി, തെർമൽ എക്സ്പാൻഷൻ എന്നിവ ഉൾപ്പെടുന്നത്. ഓക്കെ, ഇനി ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി, എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ് വോളിയം ടു ദ വെയ്റ്റ് ഓഫ് ഈക്വൽ വോളിയം ഓഫ് വാട്ടർ ഇറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻ പറഞ്ഞാൽ 4 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറുള്ള വെള്ളത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാം, സ്റ്റാൻഡേർഡ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. ഓർത്ത് വെച്ചോളാം കേട്ടോ, ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവില്ല, അതോടെ ഓർത്ത് വെച്ചോളാം. ഇനി ഡെൻസിറ്റിവിറ്റി പറഞ്ഞാൽ ദ റേഷ്യോ ഓഫ് മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ്, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി ബൾക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ദ മാസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് മെറ്റീരിയൽ ഇൻ നാച്ചുറൽ സ്റ്റേറ്റ്, അതാണ് ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് വെയ്റ്റ്. ഓക്കെ, അതായത് ഇതിനെ വെയ്റ്റ് ബൈ വോളിയം എന്നും പറയാറുണ്ട്. ഇനി പൊറോസിറ്റി എന്താണ്, പൊറോസിറ്റി പറഞ്ഞാൽ ഡിഗ്രി ബൈ വിച്ച് വോളിയം ഓഫ് മെറ്റീരിയൽ ഒക്യുപ്പൈഡ് ബൈ പോർസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ടേംസ് ഓഫ് പൊറോസിറ്റി. അതായത് ഓരോ പോറുകൾ പറഞ്ഞാൽ ചെറിയ ചെറിയ ദ്വാരങ്ങളാണ്, കുഴികളാണ് പോർസ് എന്ന് പറയുന്നത്. അപ്പം അതിലൂടെ മെറ്റീരിയൽസിന് കടന്നു പോകാനുള്ള കഴിവാണ് പൊറോസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ആ പോറുകളിൽ എത്ര മെറ്റീരിയൽ റീറ്റെയിൻ ചെയ്യുന്നു എന്നതാണ് പൊറോസിറ്റി. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ സ്ട്രെങ്ത്തും ഡ്യൂറബിലിറ്റിയും തെർമൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ അതിൻ്റെ പൊറോസിറ്റിയെ ആയിട്ട് ബന്ധമുണ്ട്. ഇനി വാട്ടർ അബ്സോർപ്ഷൻ ആണ്. ദ വാട്ടർ അബ്സോർപ്ഷൻ ഓഫ് മെറ്റീരിയൽ ഈസ് ദ എബിലിറ്റി ടു അബ്സോർബ് ആൻഡ് റീറ്റെയിൻ വാട്ടർ. വെള്ളത്തെ ആഗിരണം ചെയ്യാനും സംഭരിച്ച് നിർത്താനുമുള്ള കഴിവാണ് വാട്ടർ അബ്സോർപ്ഷൻ. ഓക്കെ, ഇപ്പോൾ സ്റ്റോണ്, ബ്രിക്ക് എന്നിവൻ്റെ കേസിലൊക്കെ വാട്ടർ അബ്സോർപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഹൈഗ്രോസ്കോപ്പിസിറ്റി, property of material to absorb water vapor from air as in case of salt, sugar, timber is hygroscopicity material. അതായത് ഒരു മെറ്റീരിയലിന് എയറിൽ നിന്നും വാട്ടർ വേപ്പർ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം ബാഷ്പമായിട്ട് പോകുന്ന അല്ലേ, ആ വേപ്പർ വാട്ടർ വേപ്പറിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവാണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി. ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു മെറ്റീരിയലിന് എയറിൽ നിന്നും വാട്ടർ വേപ്പറിനെ ആഗിരണം ചെയ്യാനുള്ള കഴിവാണ് ഹൈഗ്രോസ്കോപ്പിസിറ്റി. ഇനി പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളത്തെ കടത്തി വിടാനുള്ള കഴിവാണ് പെർമിയബിലിറ്റി. ഓക്കെ, ഇനി ഫയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ, തീയെ ചെറുക്കാനുള്ള കഴിവാണ് ഫയർ റെസിസ്റ്റൻസ്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഈ കുറേ കാലം ഈട് നിൽക്കാനുള്ള കഴിവാണ്. ഇപ്പം മെറ്റീരിയൽസിനൊക്കെ ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കണം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി. ഇനി നമുക്ക് ഓരോ ബിൽഡിംഗ് മെറ്റീരിയൽസും പഠിക്കാനുണ്ട്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ തുടങ്ങാം. താങ്ക് യു.